മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ ഗാന്ധി കുടുംബത്തിനെതിരെ പരാമർശങ്ങൾ അടങ്ങിയ ശശി തരൂരിന്റെ ലേഖനത്തെ തള്ളി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഈ നാടിനായി ജീവൻ സമർപ്പിച്ചവരാണ്. അവരുടെ ത്യാഗത്തെ കുടുംബാധിപത്യം എന്ന് പറയുന്നത് നീതീകരിക്കാനാകില്ല. ഇത്തരമൊരു പരാമർശം എന്തുകൊണ്ട് നടത്തിയെന്ന് ശശി തരൂർ വിശദീകരിക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കേൾക്കാം. ഈ നാടിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും. അവർ കേവലം കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതപിക്കാനേ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് കുടുംബാധിപത്യമാണെന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതീകരിക്കപ്പെടുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം വിശദീകരിക്കട്ടെ. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, ശശി തരൂരിന്റെ ലേഖനം സൃഷ്ടിച്ച അലയൊലികൾ, വിവാദം അവസാനിക്കുന്നില്ല. KC വേണുഗോപാലും കടുപ്പിച്ചിരിക്കുന്നു. വിശദീകരണം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? റോഷ്നി, ശശി തരൂർ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബാധിപത്യവുമായി ബന്ധപ്പെട്ടൊക്കെ എഴുതിയ ലേഖനം വലിയ തരത്തിൽ നേരത്തെ വിമർശനം ആവുകയും കോൺഗ്രസിന്റെ അകത്ത് തന്നെ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. എന്നാലും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പൂർണ്ണമായും ശശി തരൂരിനെ ഇപ്പോൾ തള്ളുകയാണ്. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ രാജ്യത്തിന് വേണ്ടി നൽകിയ ത്യാഗം, അതോടൊപ്പം തന്നെ സേവനം അടക്കമുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞിട്ട് വേണ്ട അറിയാൻ. അതോടൊപ്പം തന്നെ ഇത്തരം ആളുകളെ, പ്രത്യേകിച്ച് അത് കുടുംബാധിപത്യം എന്ന് പറയുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കാനോ നീതീകരിക്കാനോ കഴിയില്ല. എങ്ങനെയാണ് ഇങ്ങനെ ലേഖനം എഴുതിയതെന്ന കാര്യം ശശി തരൂർ തന്നെ വിശദീകരിക്കണം എന്നാണ് ഇതിൽ ഇപ്പോൾ KC വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ തരൂരിനെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് KC എന്ന് സംശയം പറയാൻ കഴിയും. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കളാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ. ഈ നേതാക്കളെ സംശയത്തിന് നേരിടും, അതോടൊപ്പം തന്നെ അപകീർത്തിപ്പെടുത്തുന്നതുമാണ് ഈ ലേഖനമെന്ന് നേരത്തെ തന്നെ പല കോൺഗ്രസ് നേതാക്കളും അടക്കം പറയുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് KC വേണുഗോപാൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകളെ പേരെടുത്തുകൊണ്ട് തന്നെ ശശി തരൂർ വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ച് പരിചയസമ്പത്തിന് അപ്പുറം പാരമ്പര്യം ഒരു ഘടകമാകുന്നു, അത്തരത്തിൽ കുടുംബാധിപത്യത്തെ ചൂണ്ടിക്കൊണ്ടായിരുന്നു തരൂരിന്റെ ഈ ലേഖനം അടക്കം വന്നത്. ഈ ലേഖനം രാജ്യത്ത് മൊത്തം ചർച്ചയാവുകയും കോൺഗ്രസിന് എതിരെ ഇത് BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ആയുധമാക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ ലേഖനം നേടുകയും ചെയ്തു. എന്താണെങ്കിലും പൂർണ്ണമായും കോൺഗ്രസ് ഇതിനെ തള്ളുകയാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തരൂരിനോടൊരു ചോദ്യമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമോ ഒന്നും കോൺഗ്രസ് ചോദിക്കാൻ ഇടയില്ല എന്ന് ഉറപ്പാണ്. കാരണം ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിനെയും ഒക്കെ രാഹുൽ ഇത്തരത്തിൽ ശശി തരൂർ വെട്ടിലാക്കിയ ചരിത്രം ഉണ്ട്. പക്ഷേ വേണുഗോപാലിന്റെ പ്രതികരണം കൂടി വന്നപ്പോൾ മറ്റ് പലരും വിമർശിച്ചിരുന്നു. ഒടുക്കം KC വിമർശിച്ചിരിക്കുകയാണ്. വിശദീകരണം പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് KC.